ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളശ്ലോകം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ശ്ലോകം 71. നഖാനാമുദ്യോതേർനവനളിനരാഗം വിഹസതാം कराणां ते कान्तिं कथय कथयामः कदमो मे कयाचिद्वा साम्यं भजतु कलया हन्दकमलं यदि क्रीडल्लक्ष्मी ചരണതലരാക്ഷാരസചണം. ഹേ ഉമേ ഭഗവതി, അല്ലയോ ഉമാദേവി, നഖാനാം നഖങ്ങളുടെ ഉദ്യോതേഹി ശോഭകളാൽ നവ നളിനരാഗം പുതിയ ചെന്താമരപ്പൂവിൻ്റെ ചുമപ്പിനെ വിഹസതാം പരിഹസിക്കുന്നവയായ തേ നിന്തിരുവടിയുടെ കരാണാം കൈകളുടെ കാന്തി ശോഭയെ കഥം എങ്ങനെ കഥയാമഹ ഞാൻ വർണ്ണിക്കുന്നു. ശങ്കരാചാര്യർ വർണ്ണിക്കുകയാണ്. എങ്ങനെ വർണ്ണിക്കാൻ പറ്റുക അമ്മയുടെ കൈകളെ? കഥയ നിന്തിരുവടി അരുളി ചെയ്താലും, കമലം ചെന്താമരപ്പൂവ്, ക്രീഡല്ലക്ഷ്മി ചരണ തല ലാക്ഷാരസചണം ക്രീഡിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഉള്ളംകാലിൽ ചാർത്തിയ അരക്ക് കുഴമ്പ് പറ്റിയതായി. ക്രീഡിക്കുന്ന ലക്ഷ്മി ദേവി താമരയിലാണല്ലോ ഇരിക്കുക. അപ്പോൾ ക്രീഡല്ലക്ഷ്മി ചരണ തല ലാക്ഷാരസചണം ക്രീഡിക്കുന്ന ലക്ഷ്മി ചെന്താമരപ്പൂവിൽ ക്രീഡിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഉള്ളംകാലിൽ ചാർത്തിയ അരക്ക് കുഴമ്പ് പറ്റിയതായി യതി ഭവേ ഭവിക്കുമെങ്കിൽ തഥാ അപ്പോൾ കയാചിതുവാ കലയ ഏതൊരംശം കൊണ്ട് സാമ്യം സാദൃശ്യത്തെ ഭജതു ഭജിച്ചുകൊള്ളട്ടെ. അപ്പം അങ്ങനെയുള്ള ചുവപ്പ് കളറ് ഭഗവതിൻ്റെ കൈക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ലക്ഷ്മി ദേവിയുടെ ആ ചുവപ്പ് ചെന്താമരയിലിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ആ ക്രീഡിക്കുന്ന ആ ചരണം ആ കാലിന് കൊണ്ടുള്ള അത് വാക്യ അലങ്കാരമാക്കുന്നു ഇവിടെ. അല്ലയോ ഉമാദേവി, നഖങ്ങളുടെ ഉജ്ജ്വല കാന്തികളാൽ പുതിയ ചെന്താമരപ്പൂവിൻ്റെ ചുമപ്പിനെ അപഹസിക്കുന്നവയായ നിന്തിരുവടിയുടെ തൃക്കൈകളുടെ കാന്തിയെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കണമെന്ന് നിന്തിരുവടി തന്നെ അരുളി ചെയ്താലും അമ്മ തന്നെ പറയണം എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന്. അത്രയും മനോഹരമാണ്, വർണ്ണിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. ചെന്താമരപ്പൂവ് വല്ല വിധത്തിലും അല്പമായ സാമ്യത്തെയെങ്കിലും പ്രാപിക്കുമോ എന്നാണെങ്കിൽ ആ പൂവിൽ ക്രീഡിക്കുന്ന ലക്ഷ്മി ദേവിയുടെ പാദതലത്തിൽ അണിഞ്ഞിരിക്കുന്ന അരക്കുചാറ് പറ്റിയതായി ഭവിച്ചാൽ ഒരു സമയം തുല്യതയുടെ അംശത്തെയെങ്കിലും പ്രാപിക്കുമായിരിക്കും. അപ്പോൾ അതാണ് ലക്ഷ്മി ദേവിയുടെ പാദകമലത്തിൽ പറ്റിയ അരക്കുചാറ് പറ്റിയതായിട്ട് ഭവിച്ചാൽ ഒരു സമയം ചിലപ്പോൾ അതിനൊരു തുല്യതയുടെ അംശമെങ്കിലും പ്രാപിക്കുമായിരിക്കുമെന്ന് ഒരു ആലങ്കാരികമായിട്ട് ഇവിടെ പറയുകയാണ്. അത്രയും ഭംഗിയുള്ളതാണ് ഉമാദേവിയുടെ കൈകൾ. ചെന്താമരപ്പൂവിൻ്റെ ചുവപ്പിനെ അപഹസിക്കുന്നവയായ നിന്തിരുവടിയുടെ തൃക്കൈകളുടെ കാന്തിയെ ഞങ്ങൾ എങ്ങനെ വർണ്ണിക്കുന്നു എന്ന് അതിശയത്തോടെ പറയുകയാണ് ശങ്കരാചാര്യർ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.